നമ്മളൊരു ഇലക്ഷൻ മാമാങ്കത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനത്തിൽ ഉൾചർച്ചകൾ സജീവമാക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി വനിതാ പ്രാതിനിധ്യം ഊട്ടിയുറപ്പിച്ച് കോൺഗ്രസ് വിജയസാധ്യതയുള്ള വനിതാ സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തുമ്പോൾ അടുത്ത വർഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേര് അരിതാ ബാബുവിൻ്റേതാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായി താഴേക്കിടയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ പടിപടിയായി കയറി വന്ന ഈ മിടുക്കി പഠനകാര്യത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. അരിതയുടെ പഠനകാലത്ത്, അതായത് 2000 വർഷ കാലഘട്ടത്തിൽ കായംകുളത്തെ ഗോവിന്ദമുട്ടം എന്ന ഗ്രാമത്തിലെ ഇടവഴികളിൽ അതിരാവിലെ പാൽപാത്രവുമായി ഒരു യുവതി പാൽ സൊസൈറ്റിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച ഗോവിന്ദമുട്ടം ഗ്രാമവാസികൾക്ക് സുപരിചിതമാണ്. താൻ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഗ്രാമവാസികളോട് കുശലം പറഞ്ഞ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടായിരിക്കും ആ യുവതിയുടെ യാത്ര. ഗ്രാമവാസികളെയൊക്കെ തൻ്റെ കുടുംബാംഗങ്ങളായി കണ്ട് ആ യുവതി നാട്ടിലെ പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കൊമേഴ്സിൽ PGയും എടുത്ത അരിതാ ബാബു എന്ന ആ പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം നിമിത്തം ജീവിതഭാരം തലയിലേറ്റുകയായിരുന്നു. തൻ്റെ ജീവിത സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തെല്ലും പതറാതെ സധൈര്യം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തൻ്റെ ഇടം ഉറപ്പിക്കുകയായിരുന്നു അരിതാ ബാബു. തൻ്റെ 21ാമത്തെ വയസ്സിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് തൻ്റെ നാടായ കൃഷ്ണപുരത്തു നിന്നും തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് കാലെടുത്ത് വെച്ച് വിജയം കൈവരിച്ചു. അതായിരുന്നു അരിതാ ബാബുവിൻ്റെ രാഷ്ട്രീയ മത്സര രംഗത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. രാഷ്ട്രീയം തൻ്റെ ജീവനോപാധി അല്ല എന്നും അത് ജനസേവനമാണ് എന്നും തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ അരിത ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി പ്രിയങ്കരിയായി മാറി കായംകുളത്ത്. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ പ്രതിനിധീകരിക്കാൻ മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയാതിരുന്നത്. അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ന്യൂഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പേരെടുത്തു പറഞ്ഞത് അരിതാ ബാബുവിന് കായംകുളത്തെ ജനഹൃദയങ്ങളിലുള്ള സ്വാധീനത്തെയാണ് സൂചിപ്പിച്ചത്. കോൺഗ്രസിന്റെ മാതൃകാ സ്ഥാനാർത്ഥിയായ അരിതയെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞതുപോലെ ജീവിത വെല്ലുവിളികളിൽ പ്രവർത്തിച്ച് വിജയിച്ച അരിതാ ബാബു നിലവിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. 2026 അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് കായംകുളം മണ്ഡലത്തിൽ ഇനി മറ്റൊരു പേര് ചിന്തിക്കേണ്ടതില്ല. അത് ഈ നാടൻ പെൺകുട്ടി തന്നെയായിരിക്കും. 4 വട്ടം വീതം കോൺഗ്രസും CPMും ജയിച്ച തുല്യശക്തിയായ മണ്ഡലമാണ് കായംകുളം എന്നതാണെങ്കിലും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയം CPMന് ഒപ്പമായിരുന്നു. എങ്കിലും നിലവിലെ LDF ഭരണത്തിന്റെ പരാജയം കണക്കിലെടുക്കുമ്പോൾ അടുത്ത മത്സര ഗോതയിൽ കോൺഗ്രസിന് വിജയപ്രതീക്ഷ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാവും കായംകുളം. വനിതാ പ്രാതിനിധ്യം മുൻനിർത്തി നാട്ടുകാരി തന്നെയായ അരിതാ ബാബുവിനെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാൻ ഈസിയാവുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. കേരളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പേര് അരിതയുടേതാണ്. അവിടെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അരിതയുടെ ചിട്ടയായ പ്രവർത്തനം മൂലം മണ്ഡലത്തിൽ നിർണായകമായ കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അന്നത്തെ പരാജയത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളിൽ നിന്നും അരിതാ ബാബു ഉയർത്തെഴുന്നേൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. CPM 2 ടേം നിബന്ധന നടപ്പിലാക്കിയാൽ ഒരു പുതിയ പ്രതിയോഗിയെ ആയിരിക്കും LDF കളത്തിലിറക്കുക. പക്ഷേ അരിതയുടെ ജനസ്വാധീനം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അഴിമതിയും ധൂർത്തും വിലക്കയറ്റവും കൊണ്ട് കളം നിറഞ്ഞാടുന്ന LDF ഭരണത്തിന്റെ കിരാത വാഴ്ചയ്ക്ക് ഒരു കനത്ത മറുപടിയാണ് കോൺഗ്രസ് തങ്ങളുടെ ജനപ്രിയരെ കളത്തിലിറക്കി നടത്താൻ പോകുന്നത്. അതിൽ കായംകുളത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അരിതാ ബാബുവിനെ മുൻനിർത്തിയുള്ള പോരാട്ടം ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.